നമസ്കാരം, സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് കൂട്ടപ്പരോൾ പ്രതിഷേധവുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും രക്തസാക്ഷികളുടെ കുടുംബവും രംഗത്ത്. മംഗളൂരുവിൽ സിനിമ സ്റ്റൈൽ കവർച്ച, പ്രതികൾ പിടിയിൽ. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ ഉത്സവ കാഴ്ചകൾ തുടങ്ങി വാർത്തകൾ കൊണ്ട് സമ്പന്നമാണ് ഇന്നത്തെ ദിനവും. വിശദമായ വാർത്തകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. മംഗളൂരുവിൽ ജ്വല്ലറി ജീവനക്കാരനെ സിനിമ സ്റ്റൈലിൽ തട്ടിക്കൊണ്ടുപോയി 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കവർച്ച ചെയ്ത കേസിൽ പ്രതികൾ പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത ജ്വല്ലറി ജീവനക്കാരൻ ഉൾപ്പെടെ 5 അംഗ സംഘത്തെയാണ് മംഗളൂരു നോർത്ത് പോലീസ് പിടികൂടിയത്. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 47 വർഷം തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ബോവിക്കാനം മുതലപ്പാറയിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അബ്ദുൾ നൌഷാദിനെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. വിജയദശമി വിദ്യാരംഭ ചടങ്ങുകൾക്കൊരുങ്ങി ക്ഷേത്രങ്ങൾ. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും കലാപരിപാടികളും തുടരുന്നു. ഒടയംചാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 2 നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൈനിറയെ തൊഴിലവസരങ്ങളുമായി കുടുംബശ്രീ മിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. വിദ്യാനഗർ സൺറൈസ് പാർക്കിംഗിലാണ് ജില്ലാതല തൊഴിൽ മേള സംഘടിപ്പിച്ചത്. ഇരിയ പറക്കളായി റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം. BJP കോടോംബേളൂർ പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. വാർത്തകൾ വിശദമായി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി പരോൾ അനുവദിക്കരുതെന്ന ബേക്കൽ പോലീസ് റിപ്പോർട്ട് നിലനിൽക്കെയാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമെന്നും TCC പ്രസിഡന്റ് PK ഫൈസൽ കുറ്റപ്പെടുത്തി. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന 2 പ്രതികൾക്ക് കൂടി 1 മാസത്തേക്ക് പരോൾ അനുവദിച്ചു. 1-ാം പ്രതി A പീതാംബരൻ, 7-ാം പ്രതി A അശ്വിൻ എന്ന അപ്പു എന്നിവർക്കാണ് പരോൾ അനുവദിച്ചത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയോടെയാണ് പരോൾ. പീതാംബരൻ രാവണേശ്വരത്തും അശ്വിൻ ബേടകത്തുമുള്ള ബന്ധുവീടുകളിലാണ് കഴിയുന്നത്. കേസിലെ 2-ാം പ്രതിയായ സജി C ജോർജിന് കഴിഞ്ഞ ദിവസം പരോൾ അനുവദിച്ചിരുന്നു. ഇയാൾ കണ്ണൂർ ജില്ലയിലെ ബന്ധുവീട്ടിലാണ് കഴിയുന്നത്. 2019 ഫെബ്രുവരി 17 രാത്രിയിലാണ് ഇരട്ടക്കൊലപാതകം നടന്നത്. പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിച്ചതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതിനു പിന്നാലെയാണ് 1-ാം പ്രതി ഉൾപ്പെടെയുള്ള 3 പേർക്ക് കൂടി പരോൾ അനുവദിച്ചത്. 5-ാം പ്രതി ഗിജിൻ ഗംഗാധരൻ, 15-ാം പ്രതി വിഷ്ണു സുര എന്നിവരുടെ പരോൾ അപേക്ഷ പരിഗണനയിലാണ്. എല്ലാ നിയമവ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തുടരെ കൂട്ടത്തോടെ പരോൾ അനുവദിക്കുകയാണ്. ഇത് തികച്ചും നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്ന നടപടിയാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ വിജയൻ്റെ ഭാഗത്തു നിന്നും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഇത് പൂർണ്ണമായി CPMൻ്റെ പൂർണ്ണ താല്പര്യത്തോടു കൂടി നടത്തുന്ന ഒരു നടപടിയാണ്. കാരണം കണ്ണൂർ സെൻട്രൽ ജയിൽ, അതിൻ്റെ പ്രധാനപ്പെട്ട ആ സെൻട്രൽ ജയിലിൻ്റെ ഉപദേശ കമ്മിറ്റിയിലുള്ളത് CPMൻ്റെ പ്രമുഖനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഒത്താശയോടുകൂടി, ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ അറിവോടുകൂടി, ലോക്കൽ സ്റ്റേഷനുകളുടെ അഭിപ്രായങ്ങളെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ തുടരെ കൂട്ടത്തോടെ ഇത്രയും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ക്രൂര കൊലപാതകത്തിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നു.
കൂട്ടപ്പരോളിനെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാട്ടം തുടരാനാണ് കോൺഗ്രസിന്റെയും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെയും തീരുമാനം. ഇതിനിടയിൽ 5-ാം പ്രതിയായ ഗിജിൻ ഗംഗാധരന്റെ പിതാവും CPM പ്രവർത്തകനുമായ കല്യോട്ടെ എ ഗംഗാധരൻ നായർക്ക് നേരെയുണ്ടായ കയ്യേറ്റ സംഭവത്തിൽ ബേക്കൽ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം ഏച്ചിലടുക്കം കൈക്കോട്ടുകൊണ്ട് വാട്ടർ ടാങ്കിന് സമീപത്തെ തട്ടുകടയ്ക്ക് മുന്നിലാണ് സംഭവം. മദ്യലഹരിയിലായിരുന്ന മൂര്യാനത്തെ പത്മകുമാറിനെതിരെയാണ് കേസ്. ഗംഗാധരനെ തടഞ്ഞു നിർത്തി ചീത്ത വിളിക്കുകയും കൈകൊണ്ട് പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മംഗളൂരുവിൽ ജ്വല്ലറി ജീവനക്കാരനെ സിനിമാ സ്റ്റൈലിൽ തട്ടിക്കൊണ്ടുപോയി 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കവർച്ച ചെയ്ത കേസിൽ പ്രതികൾ പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത ജ്വല്ലറി ജീവനക്കാരൻ ഉൾപ്പെടെ 5-അംഗ സംഘത്തെയാണ് മംഗളൂരു നോർത്ത് പോലീസ് പിടികൂടിയത്. മംഗളൂരുവിൽ സിനിമാ സ്റ്റൈൽ കവർച്ച, പ്രതികൾ പിടിയിൽ. ജ്വല്ലറി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കവർച്ച ചെയ്ത കേസിലാണ് 5-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉള്ളാൾ സ്വദേശികളായ ഹാരിഷ്, സൗഫാൻ, അറഫത്ത് അലി, ഫാറാസ്, ഹമ്പൻകട്ടയിലെ ജ്വല്ലറി ജീവനക്കാരനായ പ്രായപൂർത്തിയാകാത്ത വ്യക്തി എന്നിവരെയാണ് മംഗളൂരു നോർത്ത് പോലീസ് പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി ജ്വല്ലറി ജീവനക്കാരനായ മുസ്തഫ തന്റെ സ്കൂട്ടറിൽ സ്വർണ്ണ ബിസ്ക്കറ്റുമായി പോകുമ്പോഴായിരുന്നു കവർച്ച നടന്നത്. അറസ്റ്റിലായ ഇയാളുടെ സഹപ്രവർത്തകൻ മറ്റ് പ്രതികൾക്ക് വിവരം നൽകിയതിനനുസരിച്ച് കാർ സ്ട്രീറ്റ് പരിസരത്ത് എത്തിയപ്പോൾ 2 വാഹനങ്ങളിലെത്തിയ പ്രതികൾ ഇയാളെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മുസ്തഫയിൽ നിന്നും സ്വർണം കവർന്ന ശേഷം ഇയാളെ യക്കൂർ ഭാഗത്ത് ഇറക്കിവിട്ടു. സ്വർണ്ണ ഇടപാടിനെ കുറിച്ച് മനസ്സിലാക്കിയ ജ്വല്ലറി ജീവനക്കാർ മറ്റു പ്രതികൾക്ക് മുസ്തഫ സ്വർണവുമായി പോകുന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ നൽകിയാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. ഇവർ സഞ്ചരിച്ച വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 47 വർഷം തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ബോവിക്കാനം മുതലപ്പാറയിലെ കോട്ടേഴ്സിൽ താമസിക്കുന്ന അബ്ദുൾ നൌഷാദിനെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പ്രതി വിദ്യാർത്ഥിനികളെ പ്രലോഭിപ്പിച്ച് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് എന്നാണ് കേസ്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ 47 വർഷത്തെ കഠിന തടവിനും 2.5 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. ബോവിക്കാനം മുതലപ്പാറയിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ചെങ്കള KK കുന്നിൽ തൈവളപ്പിലെ അബ്ദുൾ നൌഷാദിനെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 10 മാസം അധിക കഠിന തടവും അനുഭവിക്കണം. 2019 ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതി മറ്റൊരു കേസിൽ കോടതി കുറ്റവാളിയെന്ന് കണ്ടെത്തി ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന നൌഷാദ് പിന്നീട് ഈ ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് മാറി. ഇയാൾ ജോലി ചെയ്തിരുന്ന സ്കൂളിലെ വിദ്യാർത്ഥിനികളെ പ്രലോഭിപ്പിച്ച് മുതലപ്പാറയിലെ വാടക വീട്ടിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത്. ഭാര്യയും കുട്ടികളും സ്വന്തം വീട്ടിൽ പോയ സമയത്തായിരുന്നു പീഡനം നടന്നത്. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് വിദ്യാർത്ഥിനികൾ പീഡന വിവരം പുറത്തു പറഞ്ഞത്. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിവരം പോലീസിന് കൈമാറി. ആദൂർ ഇൻസ്പെക്ടറായിരുന്ന K പ്രേംസദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പോക്സോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AK പ്രിയ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടികൾ നടന്നു. വിഭ നായർ അവതരിപ്പിച്ച കഥക് നൃത്തം ശ്രദ്ധേയമായി. ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിലെ നവരാത്രി പൂജ മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. വിഭ നായർ അവതരിപ്പിച്ച കഥക് നൃത്താവിഷ്കാരം ഏറെ ശ്രദ്ധേയമായി. രുദ്രകലാക്ഷേത്ര മടിക്കെ അവതരിപ്പിച്ച നൃത്തസന്ധ്യയും കാഞ്ഞങ്ങാട് നൂപുരധ്വനി അവതരിപ്പിച്ച നൃത്യങ്ങളും ഏറെ ശ്രദ്ധേയമായി. നിരവധി ആളുകളാണ് എല്ലാ ദിവസവും ക്ഷേത്രസന്നിധിയിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാരിയമ്മ സന്നിധിയിൽ തുടർച്ചയായ 12ാം തവണയും സംഗീതാർച്ചനയുമായി ഡോക്ടർ ശിവപ്രകാശ് ചെറുവത്തൂർ. നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായാണ് 2 മണിക്കൂർ നീണ്ടുനിന്ന സംഗീത കച്ചേരി നടത്തിയത്. ആതുര സേവന മേഖലയിൽ ജനങ്ങളെ സേവിക്കുന്നതോടൊപ്പം സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രിയിലെ RMO ആയ യുവ ഡോക്ടർ ശിവപ്രകാശ് ചെറുവത്തൂർ തുടർച്ചയായ 12ാം തവണയും ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ സംഗീതാർച്ചന നടത്തി. പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കുന്ന നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായാണ് 2 മണിക്കൂർ നീണ്ടുനിന്ന സംഗീത കച്ചേരി നടത്തിയത്. ഗണപതി സ്തുതിയിൽ ആരംഭിച്ച് ഹരിവരാസനം പാടിയാണ് കച്ചേരി അവസാനിച്ചത്. TK വാസുദേവ കാഞ്ഞങ്ങാട്, മൈത്രി മാംഗ്ലൂർ എന്നിവർ പശ്ചാത്തല സംഗീതമൊരുക്കി. ചെറുവത്തൂർ സ്വദേശിയായ ഡോക്ടർ ശിവപ്രകാശ് മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന P പ്രകാശിന്റെയും സഹകരണ സ്ഥാപനത്തിലെ സെക്രട്ടറി P ബിന്ദുവിന്റെയും മകനാണ്. മെഡിക്കൽ വിദ്യാർത്ഥി P ശിവാനി ഏക സഹോദരിയാണ്. മികച്ച രീതിയിൽ സംഗീത കച്ചേരി നടത്തിയ യുവ ഡോക്ടറെ ആഘോഷ കമ്മിറ്റി ആദരിച്ചു. ചുറ്റുമതിൽ നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ TP ഗംഗാധരൻ ഉപഹാരം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൈനിറയെ തൊഴിലവസരങ്ങളുമായി കുടുംബശ്രീ മെഗാ തൊഴിൽ മേള വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാനഗർ സൺറൈസ് പാർക്കിലാണ് ജില്ലാതല തൊഴിൽ മേള സംഘടിപ്പിച്ചത്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജില്ലാതല തൊഴിൽ മേള സംഘടിപ്പിച്ചു. വിദ്യാനഗർ സൺറൈസ് പാർക്കിൽ നടന്ന തൊഴിൽ മേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന മേഖലകളിലും വിഷയങ്ങളിലുമായി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് വിജ്ഞാന കേരളം ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് ജോലിയുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ പറയുന്നത് 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കണമെന്നാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെ, കേവലം നിങ്ങളെ, അതായത് നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ മാത്രമല്ല ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഉള്ള തൊഴിൽ അന്വേഷകരെ കണ്ടെത്തിക്കൊണ്ട്, തൊഴിൽ വേക്കൻസികൾ കണ്ടെത്തിക്കൊണ്ട് അവിടേക്കും ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ രാജ്യത്തിന് പുറത്തുള്ള ഇപ്പൊ ലുലു മാള്, അതേപോലെ തന്നെ രാജ്യത്തിന് പുറത്തുള്ള ഒരുപാട് കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ കൂടി ആവശ്യക്കാരെ നിയോഗിച്ചു കൊടുക്കുവാൻ ആവശ്യമായ ഒരു ഇടപെടൽ കൂടി വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി നടക്കുകയാണ്. ആദ്യം നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള വേക്കൻസികൾ കണ്ടെത്തി അവിടെ അക്കോമഡേറ്റ് ചെയ്യുക, പിന്നീട് സംസ്ഥാനത്തിന് പുറത്തു പോകാൻ താല്പര്യമുള്ളവരെ അവിടെ കൊടുക്കുക. അതിനു ശേഷം നമുക്ക് രാജ്യത്തിന് പുറത്ത് തന്നെ പോകുന്ന കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെ വിപുലമാർന്ന ഒരു അജണ്ടയുമായിട്ടാണ് വിജ്ഞാന കേരളം നമ്മുടെ സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുന്നത്. വിജ്ഞാന കേരളത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ബാങ്കിംഗ്, IT ഇൻഷുറൻസ്, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, സർവീസ് തുടങ്ങി 1000-ലധികം തൊഴിലവസരങ്ങളാണ് മേളയിലൂടെ ലഭ്യമാകുന്നത്. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉയർത്തി ഓരോ അയൽക്കൂട്ട കുടുംബങ്ങളുടെയും വരുമാനം വർദ്ധിപ്പിക്കുകയും പുത്തൻ തൊഴിലവസരങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പ്രാപ്തി നൈപുണ്യ പരിശീലനത്തിലൂടെ യുവതിയുവാക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ്
വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിനിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. തൊഴിൽ മേളയിലെ മാറിവരുന്ന പ്രവണതകൾ മനസ്സിലാക്കി ലഭ്യമായ തൊഴിലവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് അനുകൂലമായ തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് കുടുംബശ്രീ. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KM കിഷോർ കുമാർ പദ്ധതി വിശദീകരിച്ചു. 2025 ജൂലൈ മാസത്തിൽ ആരംഭിച്ച 1 ലക്ഷം തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി 6000ഓളം തൊഴിലവസരങ്ങളാണ് നിലവിൽ ജില്ലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ പകുതിയോളം പേർക്ക് ജോലി ലഭ്യമാക്കി കഴിഞ്ഞു. അർഹരായ പരമാവധി ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച തൊഴിലുകൾ ഉറപ്പാക്കുകയാണ് ജില്ലാതല മെഗാ തൊഴിൽ മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കിഷോർ കുമാർ പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. തൊഴിൽ മേളയിൽ 200ഓളം ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. 150ലധികം തൊഴിലവസരങ്ങളിലേക്കാണ് അഭിമുഖങ്ങൾ നടന്നത്. വിദേശ കമ്പനികളായ അൽ ഹയത്ത്, എക്സ്പെർട്ടേസ് ആസ്റ്റർ മിംസ്, ടാറ്റ ഗ്രൂപ്പ്, SBI ലൈഫ്, മലബാർ ഗോൾഡ്സ് തുടങ്ങി 30ഓളം തൊഴിൽദായകർ മേളയിൽ പങ്കെടുത്തു. സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ KP രഞ്ജിത്ത്, ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ M മധുസൂദനൻ, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ TP ആതിര, CDS ചെയർപേഴ്സൺ റസിയ സലാം എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ M രേഷ്മ സ്വാഗതവും കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ കൃപ്ന C നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഇരിയ പറക്കളായി റോഡ് പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കണമെന്ന ആവശ്യം. BJP കോടോംബേളൂർ പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. ഇരിയ പറക്കളായി റോഡ് പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJP കോടോംബേളൂർ പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തിയത്. ധർമ്മസമരം BJP സംസ്ഥാന കമ്മിറ്റി അംഗം വേലായുധൻ കൊടവലം ഉദ്ഘാടനം ചെയ്തു. ഈ വൈകുന്നേരം വീട്ടമ്മമാരടക്കമുള്ള ആളുകൾ ഇങ്ങനെയൊരു സമരത്തിന് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പറക്കളായി, ലാലൂർ, ഇരിയ ഇങ്ങനെ റോഡ് എത്രയോ വർഷങ്ങളായി, ഏതാണ്ട് 50 വർഷത്തിലധികമായി ഗതാഗത യോഗ്യമല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടും പൂർണ്ണമായും ടാർ ചെയ്യാതെയും ഒരു റോഡ് കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിൽ എവിടെ നോക്കിയാലും പ്രധാനമന്ത്രി സഡക് യോജനയും കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ആധുനികമായ റോഡ് കാണാൻ സാധിക്കും. കാസർഗോഡ് ജില്ലയുടെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെയുള്ള 640 കിലോമീറ്ററോളം ദൂരത്തിൽ അത്യന്താധുനികമായ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ദേശീയപാത പോവുകയാണ്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പ്രയോജനം ഈ നാട്ടുകാർക്ക് കിട്ടണമെങ്കിൽ പറക്കളായി മുതൽ ലാലൂർ മുതൽ ഇരിയ വരെയുള്ള ആളുകൾക്ക് പൂർണ്ണമായും കിട്ടണമെങ്കിൽ ഈ വളരെ വർഷങ്ങൾ നീണ്ടുനിന്ന, വളരെ വർഷങ്ങളായി പൂർണ്ണമായും ടാർ ചെയ്യാത്ത ഒരു റോഡ്, ആ റോഡിൽ കൂടി കുട്ടികൾക്കും വയസ്സന്മാർക്കും രോഗികൾക്കും ഒക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് പാവപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇവിടെ സമരം ചെയ്യുന്നത്. കോടമ്പളൂർ പഞ്ചായത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പരിശോധിച്ചാൽ CPM-ന്റെ ആളുകൾ താമസിക്കുന്നിടത്ത് മാത്രം റോഡ് ടാർ ചെയ്യുകയും BJP, കോൺഗ്രസ് തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾ താമസിക്കുന്ന, ഭൂരിപക്ഷം ആളുകൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെയും യാതൊരുവിധ വികസനവുമില്ലാതെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ വികസനത്തിൽ രാഷ്ട്രീയം കാണിക്കുന്ന ഏറ്റവും നാണം കെട്ട ഒരു രീതിയാണ് കോടമ്പളൂർ പഞ്ചായത്ത് കുറെ വർഷങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്നത്.
യോഗത്തിൽ BJP കോടോംബേളൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രേമരാജു കാളിക്കടവ്, വെള്ളരിക്കുണ്ട് മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പറക്കളായി, മണ്ഡലം വൈസ് പ്രസിഡന്റ് വിജയൻ മുളവന്നൂർ, ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ മേലത്ത്, പഞ്ചായത്ത് സെക്രട്ടറി രവി പൂതങ്ങാനം, മണ്ഡലം സെക്രട്ടറി ശാന്ത വയമ്പിൽ, ജ്യോതി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒടയഞ്ചാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 2 നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒടയഞ്ചാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 2 കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം MLA E ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിക്കും. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. R ഷൈനി, M ലക്ഷ്മി, K ശകുന്തള, K ഭൂപേഷ്, P ദാമോദരൻ, ഷിനോജ് ചാക്കോ, രജനി കൃഷ്ണൻ, ശൈലജ K, P ഗോപാലകൃഷ്ണൻ, ജയശ്രീ NS, PV ശ്രീലത, ജിനി ബിനോയ് എന്നിവർ സംസാരിക്കും. ഒക്ടോബർ 2 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കാഞ്ഞങ്ങാട് MLA ശ്രീ ചന്ദ്രശേഖരൻ അവരുകളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വിപുലമായിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഏതാണ്ട് 25 വർഷത്തിന് മുകളിലായി ആരംഭിച്ചിട്ടുള്ള ഒരു ആലോചനയാണ് ഒടയഞ്ചാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ. ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം എന്ന നിലയിലും ഒരു ഒന്നാം ഘട്ട പ്രവൃത്തി എന്ന നിലയിലുമാണ് നമ്മൾ ഈ ഉദ്ഘാടന പരിപാടി ആരംഭിക്കുന്നത്. 43 മുറികളാണ് നിലവിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുക. ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ ലേലം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകണം എന്നാണ് ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബൈലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അംഗീകാരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലേലം പ്രവൃത്തികൾ അത് കച്ചവട ആവശ്യത്തിനും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഏറെക്കുറെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്റർലോക്കിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ കോടോംബേളൂർ പ്രസിഡന്റ് ശ്രീജ P, വൈസ് പ്രസിഡന്റ് ദാമോദരൻ P, ജഗന്നാഥ് MV, P ഗോപി, TV ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജപുരം. കാസർഗോഡ് ചെർക്കള കല്ലത്തടുക്ക അന്തർ സംസ്ഥാന പാതയിൽ പള്ളത്തടുക്ക പാലം വഴി ദുരിതയാത്ര. പാലത്തിന്റെ അടിഭാഗത്ത് സിമന്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ തള്ളി നിൽക്കുകയാണ്. അന്തർ സംസ്ഥാന പാതയിൽ പള്ളത്തടുക്ക പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. നിലവിൽ സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് പാത. പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഇടങ്ങളിൽ അപകടമുണ്ടാക്കുന്ന വൻകുഴികളിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ പാലം കുലുങ്ങുന്ന അവസ്ഥയാണ്. പാലത്തിന്റെ അടിഭാഗം കണ്ടാൽ ആരും തന്നെ ഇതുവഴി വാഹനങ്ങളുമായി കടന്നു പോകില്ല. കാലപ്പഴക്കത്താൽ കോൺക്രീറ്റ് പാളികൾ അടർന്ന് പുറത്തേക്ക് കാണുന്നു. തുരുമ്പിച്ച കമ്പികൾ ഏത് സമയവും പാലം തകർന്നു വീഴാം എന്ന സൂചന നൽകുന്നു. പാലം സുരക്ഷിതമല്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചെർക്കള കല്ലടക്ക സ്റ്റേറ്റ് ഹൈവേ റോഡാണ്. ഇതിന് ഞങ്ങൾ 2 മാസം മുമ്പ് സമരം ചെയ്ത് അന്ന് എല്ലാവരും പറഞ്ഞു 8 ലക്ഷം റുപ്യ അനുവദിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് പണി ആരംഭിക്കുന്നു. ഇന്ന് വരേക്കും പണി ആരംഭിച്ചിട്ടില്ല. ചെർക്കള മുതൽ നെല്ലിക്കട്ട വരെ ഇന്ന് പണി ആരംഭിച്ചെന്നാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ അപകടമായ ഈ പള്ളത്തെടുക്ക പാലും അതിൻ്റെ യാതൊരുവിധ പണി ഇന്ന് വരെ തുടങ്ങിയിട്ടില്ല. ഇപ്പം നമ്മുടെ കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. എത്രയോ ആൾക്കാർ, എത്രയോ വണ്ടികൾ വരുന്ന റോഡുകളാണ്. ടിപ്പറും കാര്യങ്ങളും ഇത് ഡെയിലി രാത്രി പകലൊന്ന് ഓടുന്നത്. അത് നന്നാക്കാതെ ചെർക്കള നെല്ലിക്കട്ട റോഡ് നന്നാക്കണ്ടെന്നല്ല, ഏറ്റവും അപകടം പിടിച്ച റോഡുകളെല്ലാം ആദ്യം നന്നാക്കണ്ടേ.
തകർന്നിട്ട് അത്രയും തകർന്നിട്ട് ഏകദേശം 6 മാസമാവാനായി. കമ്പിവെള്ളം പുറന്തള്ളിയിട്ടുണ്ട്. കമ്പിയെല്ലാം പുറന്തള്ളി. പാലത്തിന്റെ ദയനീയാവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ. എപ്പോ പാലം പൊളിഞ്ഞു പോകുമെന്ന് പറയാൻ പറ്റൂല. ഇന്ന് വരെ യാതൊരു നടപടിയുമില്ല. കുറെ പരാതികൾ പോയപ്പോ ഒരു ബോർഡ് കൊണ്ടുവച്ചു. പള്ളത്തടുക്ക പാലം പുനർനിർമ്മിക്കണമെന്ന് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൊതുമരാമത്തിന് പള്ളത്തടുക്ക പാലം പുനർനിർമ്മിക്കണമെന്ന് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൊതുമരാമത്ത് വകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ട് 2 വർഷമായിട്ടും നടപടികളില്ല. പതിയടുക്ക മെഡിക്കൽ കോളേജ്, കർണാടകയിലെ സുള്യ എന്നിവിടങ്ങളിലേക്ക് ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാലത്തിന്റെ ഇരുഭാഗങ്ങളിലുമായി അധികൃതർ ജാഗ്രതാ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട്ടെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം. കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട്ടെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പണ്ട് വാമനൻ മഹാബലിയെ ഒറ്റയ്ക്കാണ് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതെങ്കിൽ ഇന്ന് ഹോട്ടൽ മേഖല നടത്തുന്ന നമ്മളെ മുഴുവൻ ആളുകളും ചേർന്നാണ് അവരുടെ കാലും കയ്യും വെച്ച് നമ്മളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും നമുക്കിന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ഭാഗത്ത് ഉദ്യോഗസ്ഥര്, ഒരു ഭാഗത്ത് നാട്ടുകാര്, ഒരു ഭാഗത്ത് കള്ളുകുടിയന്മാര്. അവർക്ക് വന്നിട്ട് അവരുടെ തോന്നിവാസങ്ങൾ വിളയാടാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണെന്നാണ് ഹോട്ടലിനെ അവരിന്ന് കരുതി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഭാര്യയോട് ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം തീർക്കുന്നത് ഇപ്പൊ ഹോട്ടലില്ല. പണ്ട് ദേഷ്യം ഉണ്ടെങ്കിൽ അടുക്കളയിൽ പോയി തീർക്കണമെന്നാണ് പഴഞ്ചൊല്ല് കാരണന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അത് മാറ്റി അവർക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവരുടെ ദേഷ്യം മുഴുവൻ തീർക്കാൻ വരുന്നത് എവിടെയാണ്? ഹോട്ടലിൽ. ഏതെങ്കിലും ഹോട്ടൽ ഉടമസ്ഥൻ ഒന്ന് വാ തുറന്ന് കുറച്ചൊന്ന് സംസാരിച്ചു പോയാൽ പിറ്റേ ദിവസം വരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനങ്ങളും പരാതികളുമായിട്ട്. അതാ വരുന്നു 2 ദിവസം കഴിയുമ്പം ഒരു ഭാഗത്തുനിന്ന് ഫുഡ് സേഫ്റ്റി, ഒരു ഭാഗത്തുനിന്ന് പഞ്ചായത്ത്, ഒരു ഭാഗത്തുനിന്ന് ഹെൽത്തുകാര്. കാണുന്നവരൊക്കെ എന്താ ചെയ്യുക? കാണുന്നവർ വിചാരിക്കും ഈ ഹോട്ടലിൽ എന്തോ വലിയ സംഭവം നടന്നു, ഉദ്യോഗസ്ഥന്മാർ കയറി ഇറങ്ങി നടക്കുന്നു. ഒരു പക്ഷേ നമ്മൾ കാലാകാലങ്ങൾ കൊണ്ട് തഴക്കവും പഴക്കവുമുള്ള ഹോട്ടലുകാര്, വർഷങ്ങൾ കൊണ്ട് പാരമ്പര്യമുള്ള ഹോട്ടലുകാര്, അവരെ മാനഭംഗപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ നമ്മളെ നോക്കിക്കാണുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് സി ശിശുപാലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി, ജില്ലാ ട്രഷറർ രഘുവീർ പൈ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ സത്യനാഥൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി എം ഗംഗാധരൻ റിപ്പോർട്ടും ഹമീദ് കൂളിങ്കാൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി എം ഗംഗാധരൻ സ്വാഗതവും ട്രഷറർ ഹമീദ് കൂളിങ്കാൽ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി എം ശിശുപാലനെ പ്രസിഡന്റായും, സുധീഷ് സൂര്യ വൈസ് പ്രസിഡന്റായും, എം ഗംഗാധരനെ സെക്രട്ടറിയായും, നജീഷ് ഹുറിഗാനോ ജോയിന്റ് സെക്രട്ടറിയായും, ഹമീദ് കൂളിങ്കാൽ ട്രഷററായും സ്ഥാനമേറ്റു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക ഹൃദയ ദിനാചരണത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാതല പരിപാടി മെഡിക്കൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം. ഹൃദയത്തെപ്പറ്റി ഓർമ്മിപ്പിക്കാനും ഹൃദയാരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് അറിയാനുമാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായി ഈ ദിനം ആചരിക്കുന്നത്. ഹൃദയത്തിന്റെ സ്പന്ദനം അറിയാതെ പോകരുത് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ജില്ലാതല പരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത നിർവഹിച്ചു. അത് ചെയ്യാനുള്ള ഒരു ധൈര്യം ആ സമയത്ത് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് വളരെ ചുരുക്കം ആളുകൾക്കാണ്. ഈ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാലും ഒരുപാട് ഘടകങ്ങൾ ഇതിനെ നോക്കാനുണ്ടെന്ന് തോന്നുന്നില്ലേ? വെയിറ്റൊക്കെ ഒരു ഘടകം തോന്നുന്നുണ്ടല്ലേ? ഈ രോഗിയുടെ ഇതും കൊടുക്കുന്ന ആളിൻ്റെയൊക്കെ വായിച്ചറിഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ആരോഗ്യരംഗത്ത് വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അവയവ ദാനമൊക്കെ ഒരു കാലഘട്ടത്തിൽ വലിയ തെറ്റായ തെറ്റിദ്ധാരണകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആരും തന്നെ സന്നദ്ധരാകാതിരുന്ന ഒരു കാലമാണ് അല്ലേ? ഈ ആയുഷ്കാലം എന്നെങ്ങാനും പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു മുമ്പ്, മുകേഷിൻ്റെ. അപ്പോൾ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ അതിനകത്ത് നടത്തിയിട്ട് പിന്നെ മരിച്ച ആളിനെ തന്നെ കാണുക. അതായത് ആരുടെ ഹൃദയമാണോ പിന്നെ സ്വീകരിച്ചത് അയാളെ ഇങ്ങനെ കൂടെ തന്നെ വരിക, കാണാൻ പറ്റുക, മറ്റുള്ളവർക്ക് അയാളെ കാണാൻ പറ്റാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആളുകൾ ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ? അന്ന് ഇത്രയും ഒന്നും ശാസ്ത്രം വികസിക്കുകയോ ഇതിനെക്കുറിച്ച് അധികം ധാരണകളൊന്നും ആളുകൾക്ക് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ധാരാളം ആളുകൾ
മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോഴൊക്കെ അവയവദാനം നടത്തുന്നതിന് സന്നദ്ധരായിട്ട് ധാരാളം കുടുംബങ്ങളൊക്കെ വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജിജ എംപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ സ്വാഗതവും ജില്ലാ ആശുപത്രി PRO റിൻസ് മാണി നന്ദിയും പറഞ്ഞു. IMA കാഞ്ഞങ്ങാട് പ്രസിഡന്റ് ഡോക്ടർ ശശിധര റാവു, ഡിസ്ട്രിക്ട് വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഗിരീഷ് KV, ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിമൽ ഭൂഷൺ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർക്കായി ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന വിഷയത്തിൽ ജില്ലാ ആശുപത്രി ഫിസിഷ്യൻ ഡോക്ടർ അഭിനന്ദ്, അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അശ്വതി എന്നിവർ ബോധവൽക്കരണ സെമിനാർ നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൗത്യം, KGMOA, IMA കാസർഗോഡ് എന്നിവരുടെ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. ഗ്ലാസ്, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. ഹോസ്ദുർഗ് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ജനറൽ ബോഡി യോഗം നടന്നു. കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിച്ചു. ഹോസ്ദുർഗ് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് 45ാമത് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. യോഗത്തിൽ വെച്ച് ബാങ്കിലെ A ക്ലാസ് മെമ്പർമാരായ കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിച്ചു. ബാങ്ക് മെമ്പർമാരുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജനറൽ ബോഡി യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യൂസ് തിരുവപ്പുഴ സ്വാഗതവും പ്രസിഡന്റ് അഡ്വക്കേറ്റ് PV സുരേഷൻ അധ്യക്ഷതയും വഹിച്ചു. സെക്രട്ടറി അനിതകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ KV നാരായണൻ, ഡോക്ടർ പുഷ്പജ PV, ഗീത P സത്യൻ പൂച്ചക്കാട്, ഭാസ്കരൻ പെരിയ, സുകുമാരി K, രതി P, കുമാരൻ KK എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കനിവ് ഫിസിയോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 3-ന്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കനിവ് ഫിസിയോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 3-ന് വൈകിട്ട് 4 മണിക്ക് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് K രാജ്മോഹൻ അധ്യക്ഷത വഹിക്കും.
കൗൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം എം രാജഗോപാലൻ MLA-യും ഓഫീസിന്റെ ഉദ്ഘാടനം ഇ ചന്ദ്രശേഖരൻ MLA-യും നിർവഹിക്കും. ഫണ്ട് ഏറ്റുവാങ്ങൽ മുൻ MLA-യും കനിവ് ജില്ലാ ചെയർമാൻ കൂടിയായ KV കുഞ്ഞിരാമൻ നിർവഹിക്കും. പാലിയേറ്റീവ് ഉപകരണങ്ങൾ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാതയും മെമ്പർഷിപ്പ് വിതരണം കനിവ് ജില്ലാ സെക്രട്ടറി TP സുകുമാരനും നിർവഹിക്കും. കനിവ് ഏരിയ കോർഡിനേറ്ററും സംഘാടക സമിതി കൺവീനറുമായ N പ്രിയേഷ് സ്വാഗതം പറയും. മുഖ്യമന്ത്രിയുടെ പച്ചത്തുരുത്ത് അവാർഡ് ഏറ്റുവാങ്ങിയ കനിവ് ജില്ലാ ട്രഷറർ AM അബ്ദുൽ ഖാദറിനെ ചടങ്ങിൽ ആദരിക്കും. പ്രാദേശികമായി യൂണിറ്റുകൾ വൈദ്യന്മാരുടെ പത്തിലടങ്ങുന്ന ടീമുൾപ്പെടെയുള്ള യൂണിറ്റുകളുമായി നന്നായി ഹോം കെയർ ഉൾപ്പെടെയുള്ള സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സംഘടനയാണ്. ഇതുവരെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ മാസത്തിൽ ഒരു തവണയെങ്കിലും ചെന്ന് കണ്ട് അവരുടെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ ബ്ലഡ് ഷുഗറും പ്രഷറും ഒക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുക, ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ ഉപകരണങ്ങൾ ഒക്കെ നൽകുക. ഇതൊക്കെയാണ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനം. കുറച്ചുകൂടി അത് വിപുലപ്പെടുത്താനുള്ള ഒരു ആലോചനയുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ ഫിസിയോതെറാപ്പി സെൻ്ററുകൾ, മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ക്ലിനിക്കുകൾ ഇതെല്ലാം ആരംഭിക്കാൻ ആവശ്യമായിട്ടൊരു തീരുമാനം കൈക്കൊള്ളുക. അതിൻ്റെ ഭാഗമായി നേരത്തെ ചെറുവത്തൂരിൽ ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ തുടങ്ങി നന്നായി അത് പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നു. തികച്ചും സൗജന്യമായിട്ടല്ല, എന്നാൽ ഫിസിയോതെറാപ്പി സെൻ്ററുകളിൽ വാങ്ങിക്കുന്ന അത്രയും വലിയ തുക വാങ്ങിക്കാതെ ഒരു പേഷ്യൻറ്റിന് ആശ്വാസം നൽകാൻ സാധിക്കുന്ന ഒരു പ്രവർത്തന സംവിധാനം എന്നുള്ള നിലയിലാണ് അത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. ചടങ്ങിൽ നഗരസഭാ മുൻ ചെയർമാൻ VV രമേശൻ, PK നിശാന്ത്, കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിക്കും. കനിവ് ഫിസിയോതെറാപ്പി സെക്രട്ടറി ജ്യോതിഷ് KP നന്ദിയർപ്പിച്ച് സംസാരിക്കും. ചെയർമാൻ KV കുഞ്ഞിരാമൻ, കൺവീനർ N പ്രിയേഷ്, കനിവ് ഫിസിയോതെറാപ്പി സെക്രട്ടറി KP ജ്യോതിഷ്, മുനിസിപ്പൽ സെക്രട്ടറി KV രതീഷ്, KV ജയപാലൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് സല്യൂട്ട് ഡേ സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ ഡിനോജ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് സയൻസ് കോളേജ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് നെഹ്റു കോളേജ് സല്യൂട്ട് ഡേ സംഘടിപ്പിച്ചു. 2024-25 അക്കാദമിക് വർഷത്തിൽ MCom, BCom ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെയും NSS, സ്പോർട്സ്, സംരംഭകത്വം തുടങ്ങി മറ്റു മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെയും പരിപാടിയിൽ അനുമോദിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ ഡിനോജ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഡിഗ്രി അവാർഡ് ചെയ്യുന്ന സർവകലാശാല അല്ലെങ്കിൽ സ്ഥാപനം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ്സിന്റെ ഗോൾസ് ഉണ്ട്. അത് അച്ചീവ് ചെയ്യുന്നതിന്റെ നിലവാരം നമ്മൾ എന്ത് ചെയ്തിട്ട് 2020 നടപ്പിലാക്കിയ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ കൃത്യമായി അതിൽ അനുസരിച്ച് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ്സ് അനുസരിച്ച് നമ്മൾ സിലബസിൽ ചെയ്തു, പ്രോഗ്രാം ഔട്ട്കം സെറ്റ് ചെയ്തു. അതിനനുസരിച്ച് ഓരോ കോഴ്സിനെയും ഡിസൈൻ ചെയ്ത് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്ന് ഓരോ ക്വസ്റ്റിനെയും തിരിച്ച് മാപ്പ് ചെയ്തുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് മെഷറിൽ നമുക്ക് പറയാൻ പറ്റണം ഓരോ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡിനും. അതായത് ഫോർ എക്സാമ്പിൾ നോളജ് ലെവൽ 90%, അല്ലെ, ലൈഫ് ലോങ് ലേണിംഗ് സ്കിൽസ് 85%, എൻവയറമെന്റൽ അവയർനെസ് 60%. അങ്ങനെ ഏതാണ്ട് 10-12 ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ്സ് ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി നടപ്പിലാക്കുന്ന, അത് വെച്ച് കോളേജ് അതിൻ്റെതായിട്ടുള്ള കമ്പണൻ്റോട് ചേർന്നോട്ട് വേണമെന്ന് നമ്മളിവിടെ നടപ്പിലാക്കുന്ന ആ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ്സിൽ ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടെക്നോളജിക്കൽ സ്കിൽസ്, പ്രാക്ടിക്കൽ എബിലിറ്റീസ്, അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നും പറയുന്ന കുറേ അധികം സ്കില്ലുകളുണ്ട്. അത് നിങ്ങളുടെ അറിവ് മാത്രം നേരെ എഴുതി മെമ്മറൈസ് ചെയ്ത് വെക്കുന്ന അറിവ് മാത്രമല്ല ക്വസ്റ്റ്യൻ കൂടി അസസ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ സ്കിൽസ് ഉണ്ട്, ടെക്നിക്കൽ സ്കിൽസ് ഉണ്ട്, കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, ഗ്രൂപ്പിൽ പ്രവർത്തിക്കാനുള്ള കഴിവുകളുണ്ട്, അല്ലെ, നിങ്ങളുടെ എംപതി എടുക്കാൻ പല പല കാര്യങ്ങളുണ്ട്. കോളേജ് മാനേജർ രാമനാഥൻ മുഖ്യാതിഥിയായി. മുൻ പ്രിൻസിപ്പലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ ഡോക്ടർ മുരളി KV പ്രഭാഷണം നടത്തി. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ വിജയകുമാർ V അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജനറൽ സെക്രട്ടറി ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത്, കോളേജ് PTA സെക്രട്ടറി ഡോക്ടർ വിനീഷ് V,
പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ജനറൽ സെക്രട്ടറി ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത്, കോളേജ് PTA സെക്രട്ടറി ഡോക്ടർ വിനീഷ് വി, പൂർവ്വ വിദ്യാർത്ഥി എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള CH സുലൈമാൻ, KV സുരേഷ് കുമാർ, M മനോജ് കുമാർ, കൊമേഴ്സ് അധ്യാപകരായ ഡോക്ടർ PV ജിഷ, A സബിത, C ഫയാസ്, അവിത വിജയൻ, യൂണിയൻ വൈസ് ചെയർമാൻ KV അനുശ്രീ എന്നിവർ സംസാരിച്ചു. കോർഡിനേറ്റർ K രമ്യ സ്വാഗതവും MG ശ്രീലക്ഷ്മി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പബ്ലിക് സെക്ടർ അണ്ടർ ടേക്കിംഗ്സ് എംപ്ലോയീസ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 13ാമത് വാർഷിക പൊതുയോഗം നടത്തി. അനുമോദന യോഗവും സംഘടിപ്പിച്ചു. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 13ാമത് വാർഷിക പൊതുയോഗം നടത്തി. പ്രസിഡന്റ് മഹേഷ് കരിമ്പിൽ അധ്യക്ഷത വഹിച്ചു. സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ സഹകരണ സംഘങ്ങൾ മൊത്തത്തിൽ പ്രതിസന്ധിയിലായ സംഘങ്ങൾ നമ്മളൊക്കെ ദിനേന പത്രത്തിലൊക്കെ വായിക്കുന്നു. പക്ഷേ സഹകരണ മേഖലയെ സംരക്ഷിക്കേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ഈ നാട്ടിലെ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് സഹകരണ മേഖലയ്ക്ക് സർക്കാരുകൾ വലിയ പ്രാധാന്യം നൽകുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ അത്താണിയാണ് സഹകരണ മേഖല. സെക്രട്ടറി സിന്ധുമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ഡയറക്ടർമാരായ KV ഗോപകുമാർ, മോഹനൻ M, ജലീൽ കാർത്തിക, M അഷ്റഫ്, പവിത്രൻ, മദന A, വിൻസി ജോർജ്, അനുപമ തുടങ്ങിയവർ സംസാരിച്ചു. K സുധീർ കുമാർ സ്വാഗതവും N സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം ഒക്ടോബർ 2 മുതൽ 15 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ മേഖലയ്ക്ക് മുൻഗണന നൽകി ഈ വർഷത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 2 മുതൽ 15 വരെ തീയതികളിലായാണ് നടക്കുന്നത്. പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പട്ടികജാതി പട്ടികവർഗ വികസന പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു അധ്യക്ഷത വഹിക്കും. ഡിസംബർ 31-നകം 500 പേർക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന വിജ്ഞാന കേരളം ആക്ഷൻ പ്ലാൻ പ്രഖ്യാപനം മുഖ്യമന്ത്രി നിർവഹിക്കും. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഈ വർഷത്തെ സംസ്ഥാനതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് വെച്ചിട്ടാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഐക്യദാർഢ്യ പക്ഷാചരണം ഉദ്ഘാടനം ചെയ്യുന്നത്. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിനകത്താണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട OR കേളുവാണ് അധ്യക്ഷൻ. അതേപോലെ തന്നെ ജില്ലയുടെ ചാർജ് കൂടിയുള്ള AK ശശീന്ദ്രൻ മിനിസ്റ്റർ, വനവന്യജീവി വകുപ്പ് മന്ത്രി ആ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. എല്ലാ MLA-മാരും, ജില്ലയിലെ മുഴുവൻ MLA-മാരും, അതുപോലെ ബഹുമാനപ്പെട്ട കാസർഗോഡ് MP-യും, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, അതുപോലെ പഞ്ചായത്ത് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, മറ്റ് പഞ്ചായത്തുകളുടെ ഭാരവാഹികളായിട്ടുള്ള ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. അതുപോലെ പട്ടികജാതി വികസന വകുപ്പിൻ്റെയും പട്ടികവർഗ വികസന വകുപ്പിൻ്റെയും സംസ്ഥാനതല ഡയറക്ടർമാർ ആ സമ്മേളനത്തിനകത്തുണ്ടാകും. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ IAS നന്ദി അർപ്പിച്ച് സംസാരിക്കും. വകുപ്പ് സെക്രട്ടറി ഡോക്ടർ A കൗശികൻ IAS റിപ്പോർട്ട് അവതരിപ്പിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA-മാരായ M രാജഗോപാലൻ, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, NA നെല്ലിക്കുന്ന, AKM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CG മാത്യു, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുബണ്ണ ആൾവ, പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ D ധർമ്മശ്രീ IAS, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് IAS, പിന്നോക്ക ക്ഷേമ വകുപ്പ് ഡയറക്ടർ മിഷാൽ സാഗർ IAS, കിർട്ടാഡ്സ് ഡയറക്ടർ ബിന്ദു S, പട്ടികവർഗ സംസ്ഥാന ഉപദേശക സമിതി അംഗങ്ങളായ M കുമാരൻ, MC മാധവൻ എന്നിവർ സംസാരിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, RDO ബിനു ജോസഫ്, ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ BC അയ്യപ്പൻ, അസിസ്റ്റന്റ് പട്ടികവർഗ വികസന ഓഫീസർ KV രാഘവൻ, അസിസ്റ്റന്റ് പട്ടികജാതി വികസന ഓഫീസർ P മിനി, മഞ്ചേശ്വരം പട്ടികജാതി വികസന ഓഫീസർ തിരുമലേഷ്
ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ തീയർപ്പാലം പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്ര പരിധിയിലെ ഓർക്കോൽ മീത്തലേപ്പുര വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനായി നിവേദ്യമൊരുക്കാനും കൂവമളക്കാനും അന്നപ്രസാദത്തിനുമായി ജനകീയ കൂട്ടായ്മയിൽ ചെയ്ത നെൽകൃഷി വിളവെടുത്തു. മടിക്കൈ തീയർപ്പാലം പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്ര പരിധിയിലെ ഓർക്കോൽ മീത്തലേപ്പുര വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനായി നിവേദ്യമൊരുക്കാനും അന്നപ്രസാദത്തിനുമായി ജനകീയ കൂട്ടായ്മയിൽ ചെയ്ത നെൽകൃഷി വിളവെടുത്തു. എരിക്കുളം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രമുറ്റത്തെ വയലിൽ നടന്ന കൊയ്ത്തുത്സവം നാടിന്റെ ഉത്സവമായി മാറി. നെൽകൃഷി വിളവെടുപ്പിൽ വിവിധ ക്ഷേത്രസ്ഥാനികർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. നിവേദ്യ സമർപ്പണം, ഉത്സവ ദിനങ്ങളിലെ കുറി തയ്യാറാക്കൽ, അരിത്രാവൽ, ഭക്ഷണം തുടങ്ങിയ ചടങ്ങുകൾക്കായാണ് നെൽകൃഷി ഇറക്കിയത്. മടിക്കൈ കൃഷിഭവന്റെ സഹായത്തോടെ ലഭിച്ച ഉമാവിത്ത് ഉപയോഗിച്ചായിരുന്നു കൃഷി. 28 വർഷങ്ങൾക്ക് ശേഷം 2026 മാർച്ച് ആദ്യവാരത്തിൽ നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ പഞ്ചായത്തിന്റെ മഴപ്പൊലിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഓർക്കോൽ മീത്തലെ തറവാട് തെയ്യംകെട്ട് മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നെൽകൃഷി ഇറക്കിയത്. പ്രത്യേകിച്ച് കൃഷി വകുപ്പിന്റെ കൃഷി ഓഫീസറും അതുപോലെ തന്നെ കൃഷി അസിസ്റ്റന്റ് കൃഷി ഓഫീസറും കൃഷി ഓഫീസർമാർ എല്ലാവരും നമ്മുടെ ഈ വേദിയിലുണ്ട്. പ്രത്യേകിച്ച് അവരുടെ നല്ലൊരു സപ്പോർട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് നൽകിയ വിത്താണ് ഇവിടെ നെൽകൃഷിക്കായി നമ്മൾ ഉപയോഗിച്ചത്. ഏറ്റവും നല്ല രീതിയിൽ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാൻ നമ്മുടെ മഴപ്പുലിമയിലൂടെ നാട്യോത്സവം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സമാപനം എന്ന രീതിയിലാണ് നമ്മൾ ഈ നെൽകൃഷി വിളവെടുക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ഏകദേശം 4 ഏക്കറോളം സ്ഥലത്താണ്, എരിക്കുളം പാടശേഖര സമിതിയുടെ കീഴിലുള്ള 4 ഏക്കർ സ്ഥലത്താണ് നമ്മൾ ഈ കൃഷി ഇറക്കിയത്. കൃഷിയെക്കുറിച്ച് വളരെ മടിക്കയെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. ഏറ്റവും യുവതലമുറ ഉൾപ്പെടെ കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെയും മറ്റ് സ്വയം സഹായ സംഘങ്ങളുടെയും കുടുംബശ്രീയുടെ ഒക്കെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ നെൽകൃഷിക്ക് വലിയൊരു പരിഗണനയാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് പോലെ ചേറിൽ കൈകുത്തിയാലേ ചോറിൽ കൈകുത്താൻ നമ്മൾക്ക് അധികാരമുള്ളൂ. വാർഡംഗം ഒനാഷ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത, പഞ്ചായത്ത് അംഗം എം രജിത, മടിക്കൈ കൃഷി ഓഫീസർ പ്രമോദ് കുമാർ, ക്ഷേത്രകോയ്മ, വിവിധ കഴകങ്ങളിലെ ആചാരസ്ഥാനികർ, ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരും സംബന്ധിച്ചു. കൃഷി കമ്മിറ്റി സെക്രട്ടറി സുരേഷൻ സ്വാഗതവും തറവാട് കമ്മിറ്റി സെക്രട്ടറി ഗംഗാധരൻ താളിക്കുണ്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാടിനെ ഉണർത്തിയ വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവ് നവാഹ യജ്ഞത്തിന് സമാപനം. നവാഹ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന കുമാരി പൂജ ശ്രദ്ധേയമായി. നാടിനെ ഉണർത്തിയ വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവ് നവാഹ യജ്ഞത്തിന് ഭക്തി സാന്ദ്രമായ സമാപനമായി. നവാഹ യജ്ഞത്തിൻ്റെ ഭാഗമായി 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ പൂജിച്ചുകൊണ്ടുള്ള കുമാരി പൂജ ഏറെ ശ്രദ്ധേയമായി. യജ്ഞാചാര്യൻ പൈതൃകരത്നം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുവനന്തപുരത്തിൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന കുമാരി പൂജയിൽ പിഞ്ചുകുട്ടികളടക്കം നിരവധി പെൺകുട്ടികൾ പങ്കാളികളായി. തുടർന്ന് ക്ഷേത്രത്തിൽ ദീപാരാധന, നിറമാല പൂജ എന്നിവയും നടന്നു. സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം, ശ്രീമദ് ദേവി ഭാഗവത പാരായണം, പ്രഭാഷണം, യജ്ഞ സമർപ്പണം, യജ്ഞ ആചാര്യനെയും സഹ ആചാര്യന്മാരെയും ആദരിക്കുന്ന ചടങ്ങ് എന്നിവയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ യജ്ഞ സമർപ്പണ ചടങ്ങിൽ പങ്കാളികളായി. ഇനിയുള്ള 2 നാളുകളിലായി ഒക്ടോബർ 1, 2 തീയതികളിൽ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്ക് കൂട്ടപരോൾ അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. മംഗളൂരുവിൽ ജ്വല്ലറി ജീവനക്കാരനെ സിനിമാ സ്റ്റൈലിൽ തട്ടിക്കൊണ്ടുപോയി 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കവർച്ച ചെയ്ത കേസിൽ പ്രതികൾ പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത ജ്വല്ലറി ജീവനക്കാരൻ ഉൾപ്പെടെ 5 അംഗ സംഘത്തെയാണ് മംഗളൂരു നോർത്ത് പോലീസ് പിടികൂടിയത്.
കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 47 വർഷം തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ബോവിക്കാനം മുതലപ്പാറയിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അബ്ദുൾ നൌഷാദിനെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. വിജയദശമി വിദ്യാരംഭ ചടങ്ങുകൾക്കൊരുങ്ങി ക്ഷേത്രങ്ങൾ. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും കലാപരിപാടികളും തുടരുന്നു. ഒടയംചാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 2 നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൈനിറയെ തൊഴിലവസരങ്ങളുമായി കുടുംബശ്രീ മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു. വിദ്യാനഗർ സൺറൈസ് പാർക്കിംഗിലാണ് ജില്ലാതല തൊഴിൽ മേള സംഘടിപ്പിച്ചത്. ഇരിയ പറക്കളായി റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം BJP കോടോംബേളൂർ പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.